ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 84 ഓഗസ്റ്റിൽ ജനിച്ച ഒരാളുടെ ജാതകമാണ്. സ്ത്രീ ജാതകമാണ്. തിരുവോണമാണ് നക്ഷത്രം. വൃശ്ചിക ലഗ്നമാണ്. ലഗ്നത്തിൽ കുജൻ, കേതു, 2-ൽ വ്യാഴം, 3-ൽ ചന്ദ്രൻ, 4, 5, 6 ശൂന്യം, 7-ൽ വിവാഹസ്ഥാനത്ത് രാഹു, 8 ശൂന്യം, 9-ൽ സൂര്യൻ, 10-ൽ ബുധൻ, ശുക്രൻ ഗുളികൻ, 11 ശൂന്യം, 12-ൽ വ്യയസ്ഥാനത്ത് ശനി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നത്തിൽ കുജൻ രുചക യോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം കേതുവുണ്ട്. ലഗ്നത്തിൽ കുജനൊക്കെ നല്ല യോഗത്തോടു കൂടി, അതായത് രുചക യോഗം പോലുള്ള യോഗത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ടിരിക്കുകയും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും അല്പസ്വല്പം മുൻകോപമൊക്കെ കാണിക്കുന്ന ആളുകളായിട്ടാണ് കണ്ടുവരുന്നത്. അതിനോടൊപ്പം തന്നെ കേതു ഉള്ളതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു തടസ്സം അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും പിന്നീട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ആ രുചക യോഗം വർക്കായി ആ ഗുണം അദ്ദേഹത്തിന് തേടിയെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരാളാണ്. ഇത്തരം ആളുകളെല്ലാം തന്നെ. ഇദ്ദേഹത്തിനും അതിന് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹം വളരെ റീസെൻ്റായിട്ടുള്ള ദിവസങ്ങളിലാണ് എന്നെ വിളിച്ചിരുന്നത്. അതിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ. 5-ാം ഭാവാധിപൻ കൂടാണ് വ്യാഴം. ഏറ്റവും നല്ലതാണ്. വളരെ നല്ല ഒരു ഗുരുവിൻ്റെ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ്. അതായത് തൊഴിലിൻ്റെ അധിപൻ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ. ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ഒരു പ്രമുഖ ബാങ്കിൻ്റെ മാനേജറായിട്ടാണ്. സർക്കാർ ജോലി തന്നെയാണ്. ഇദ്ദേഹത്തിന് ഈ 10-ൽ ബുധനുണ്ട്, ശുക്രനുണ്ട്, ഗുളികനുണ്ട്. അതായത് 2-3 തവണയിലധികമായിട്ട് ജോലി ചെയ്യുന്നിടത്തു നിന്നും പല കാരണങ്ങൾ കൊണ്ടും അവിടുന്ന് മാറിപ്പോകേണ്ടതായിട്ടുള്ള അവസ്ഥ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതായത് 10-ൽ ഗുളികൻ നിൽക്കുന്ന ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് സ്വന്തം കാരണത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ അവിടുന്ന് ഒരു സ്ഥാനചലനം ഉണ്ടായി കാണുന്നുണ്ട്. അത് പല ആളുകൾക്കും പ്രാക്ടിക്കലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിനും അത്, പക്ഷേ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് സ്ഥലം മാറ്റം എന്ന് പറയുന്നൊരു അവസ്ഥ നെഗറ്റീവ് ആണെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന്. ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ സ്ഥാനമെടുക്കുന്ന സമയത്ത് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 7-ൽ രാഹുവുണ്ട്. ഇദ്ദേഹത്തിനേക്കാളും അല്പം പ്രായം കുറഞ്ഞിട്ടുള്ള ആളാണ് വരൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. പ്രണയവിവാഹമായിരുന്നു. അതിനുശേഷം ഇപ്പോഴുള്ള ഇവരുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത്ര നല്ല ഒരവസ്ഥയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭർത്താവിന് മറ്റു ചില ബന്ധങ്ങളുള്ളതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നെ സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 7-ൽ രാഹു അത്ര നല്ല ഒരു പൊസിഷനല്ല. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ മോശവുമല്ല. അതായത് 7-ൽ തന്നെ രാഹു ഉള്ള ആളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ദാമ്പത്യം ജീവിതം കണ്ടുവരുന്നുണ്ട്. അത് പക്ഷേ റെയറസ്റ്റാണ്. അതായത് പെട്ടെന്ന് പോയിട്ട് 7-ൽ രാഹുള്ള ഒരാളെ ഒരു ഗ്രഹനില കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് മറ്റ് ഗ്രഹനിലകളിലേക്ക് അന്വേഷണം ചെന്നെത്തി നിൽക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ചെന്നെത്തി നിന്നതും. പക്ഷേ അത് പിന്നീട് നെഗറ്റീവ് ആവുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ പ്രണയിക്കുന്നു, പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നു, പിന്നീട് ഇല്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അന്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ അവിഹിതം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു ജാതകത്തിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അതായത് വിവാഹ അധിപനായിട്ടുള്ള ശുക്രൻ ഗുളികനോടൊപ്പം ശത്രുവിൻ്റെ ക്ഷേത്രമായിട്ടുള്ള ചിങ്ങത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ 7-ൽ രാഹു നിൽക്കുന്നു. അതുപോലെ തന്നെ നവാംശം എടുക്കുന്ന സമയത്ത് നവാംശത്തിൻ്റെ 7-ൽ കേതു നിൽക്കുന്നു. അതായത് അവിടെയും വിവാഹവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമയത്ത് രാഹുവിനൊപ്പം ഛായാഗ്രഹമായിട്ടുള്ള കേതുവാണ് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ വിവാഹത്തെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ജാതകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യവും. അതായത് ഇദ്ദേഹം ജനിക്കുന്നത് ചന്ദ്രദശയിലായിരുന്നു. 85 ജൂൺ വരെ ചന്ദ്രദശ, അതിനുശേഷം കുജദശ 92 ജൂൺ വരെ, അതിനുശേഷം രാഹുദശ 18 കൊല്ലം 2010 വരെ, അതിനുശേഷം വ്യാഴദശയാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യാഴദശയുടെ ഏറ്റവും അവസാനത്തെ പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് 2026 ജൂൺ വരെ. അതിൽ തന്നെ ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് 23/1/2024 തൊട്ട് 18/6/2026 വരെ ഗുരുവിൽ രാഹുവിൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു.
രാഹുവിൻ്റെ അപഹാരം, വിവാഹ സ്ഥാനത്ത് നിൽക്കുന്ന രാഹു. ഈ പറയുന്ന ബന്ധങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നറിയുന്നതും അല്ലെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഈ രാഹുവിൻ്റെ അപഹാരത്തിൽ തന്നെയാണ് ഈ പറയുന്ന ആളുടെ ഭർത്താവിന്. മനസ്സിലായില്ലേ? അപ്പോൾ കണക്ഷൻ കണ്ടോ? രാഹുവിൻ്റെ അപഹാരം നടക്കുന്നു, 7-ലാണ് രാഹു നിൽക്കുന്നത്, അതിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ജാതകാവസ്ഥയാണ്. ഇതിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. 2-3 പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ 1-2 എണ്ണം പുള്ളിക്കാരി വർക്കാക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് റിസൾട്ടും കിട്ടി വരുന്നുണ്ട്. പക്ഷേ 100% ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ, പുതിയൊരാളാക്കി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വന്നേക്കാം. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഇനിയും ഇത്തരം ജാതകങ്ങളുമായും ഗ്രഹനിലകളുമായൊക്കെ കാണാം. നന്ദി.